ഒരു സീനിൻ്റെ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഷോട്ട്സുകൾ, ഡിഫറെൻറ്റ് ഷോട്ട്സുകളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ആംഗിൾസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ്. കണ്ടിന്യൂറ്റിയിൽ കുറേ എലമെൻറ്റ്സ്, ഒരു സീനിന് വേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പൊസിഷനിങ് ഉണ്ടായിരിക്കും, ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഭയങ്കര സീംലെസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഒരു ഡിസോറിയൻറ്റേഷൻ ഇല്ലാതെ ആൾക്കാരെ ബിലീവ് ചെയ്യിക്കണം ഈ സ്റ്റോറി വേൾഡ് റിയൽ ആണെന്നുള്ളത്. അവർക്ക് ഇതിൻ്റെ കൂടെ പോകാൻ പറ്റണം. ഒരു ഇൻകൺസിസ്റ്റൻസി അവർക്ക് ഫീൽ ചെയ്യരുത്. 180 ഡിഗ്രി റൂൾ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിന്റെ സ്ക്രീൻ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരെ ലെഫ്റ്റ് ഓർ റൈറ്റ്, അത് എവിടെയാണോ അവിടെ തന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനാണ് ഒരു ക്യാരക്ടർ, മറ്റേ ആള് ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ എൻ്റെയും ആ ആളുടെയും ഹെഡിൻ്റെ കൂടെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും ഈ സിനിമറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഈ ഫിലിം മേക്കർ. എന്നിട്ട് ഇയാളുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ക്യാമറ ഇരിക്കുന്നതെങ്കിൽ, ഇത് ഒരു OTS ഷോട്ട് ആണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലാണ് ക്യാമറ ഇരിക്കുന്നതെങ്കിൽ, അയാളുടെ നേരെ തിരിച്ച് അയാളുടെ ഭാഗത്ത് ആ OTS ഷോട്ട് വരുമ്പോൾ അയാളുടെ റൈറ്റ് സൈഡിലായിരിക്കും ക്യാമറ ഇരിക്കുക. അതായത് ഒരേ ലൈനിൽ തന്നെയായിരിക്കും. നേരെ തിരിച്ച് റൈറ്റ് സൈഡിലാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലെ ഷോൾഡറിലാണ് ഈ ക്യാമറ ഇരിക്കുന്നതെങ്കിൽ, അയാളുടെ ഷോട്ട് വരുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലായിരിക്കും ക്യാമറ ഉണ്ടാവുക. ഇത് ശരിക്കും അവരുടെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയാണ് മിക്കപ്പോഴും സിനിമറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഡിസോറിയൻറ്റേഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 180 ഡിഗ്രി റൂൾസ് എപ്പോഴും കൊണ്ടുപോവുക. നേരെ തിരിച്ച്, അതായത് ഇപ്പം എൻ്റെത് റൈറ്റ് സൈഡിൽ ഷോൾഡറിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടേത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ തോന്നും. ഇയാൾ എന്താ റൈറ്റിൽ പോയോ, ഇയാൾ എന്താ ലെഫ്റ്റിൽ പോയോ എന്നൊക്കെയുള്ള ഒരു ഡിസോറിയൻറ്റേഷൻ ഓഡിയൻസിന് ഫീൽ ചെയ്യും. മിക്കപ്പോഴും ഈ 180 ഡിഗ്രി റൂള് സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ബ്രേക്ക് ചെയ്യാറുണ്ട്, ഈ ഡിസോറിയൻറ്റേഷൻ ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness.